ഹാഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു റേസ് ജയ്ഗൺ. ഞാൻ നിങ്ങളുടെ സ്വന്തം GR സാറാണ്. സോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ +1 മോഡൽ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കാൻ ചാൻസ് ഉള്ള 2 മാർക്ക് ക്വസ്റ്റ്യൻസുമായിട്ടാണ് സാർ വന്നിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നോക്കിയേ. ദ പൊസിഷൻ ഓഫ് എ ബോഡി അറ്റ് ഡിഫറെന്റ് ഇൻസ്റ്റൻസ് ഓഫ് ടൈം ആർ ഗിവൺ ഇൻ ദ ടേബിൾ. ഡ്രോ ദ പൊസിഷൻ ടൈം ഗ്രാഫ് ആൻഡ് ഡിറ്റർമൈൻ ദ വെലോസിറ്റി ആണല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാഫ് ആദ്യം വരയ്ക്കേണ്ടത്. സോ എന്ത് ചെയ്യുക, നേരെ എന്ത് ചെയ്യുക, ഗ്രാഫ് അങ്ങോട്ട് വരച്ചു വെക്കുക. സോ XY പ്ലെയിൻ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം വരയ്ക്കുക. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു XY പ്ലെയിൻ വരയ്ക്കുക. റെഡി അല്ലേ? ആൻഡ് നമുക്കറിയാം നമ്മുടെ ഒറിജിൻ്റെ അത് എന്തായിരിക്കും വാല്യൂ ഉണ്ടാവുക, 0 ആയിരിക്കും അല്ലേ. റെഡിയാണ്. ആൻഡ് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളുടെ ഈ ഒരു X ആക്സിൽ നമ്മൾ കൊടുക്കുന്ന ആരെയാണ്, ടൈം ആണ്. ആൻഡ് Y ആക്സിൽ നമ്മൾ കൊടുക്കുന്ന ആരാണ്, നമ്മുടെ പൊസിഷൻ ആണ് കൊടുക്കുന്നത് അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോ വാല്യൂസ് ആയിട്ട് മാർക്ക് ചെയ്താലോ. ഓക്കെ, അപ്പോൾ ഒരേ ഡിസ്റ്റൻസ് എന്ത് ചെയ്യുക, അതേപോലെ നിങ്ങൾ സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്യുക. ഏതൊക്കെയാണ് നമ്മുടെ ടൈമിന്റെ വാല്യൂ ഉള്ളത്, 0 1 2 3 അല്ലേ. ഇനി അത് കോൺസ്റ്റന്റ് ഇന്റർവെൽ ആയിട്ടല്ല പോകുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഗ്രാഫിന്റെ അകത്ത് കോൺസ്റ്റന്റ് ഇന്റർവെല്ലിൽ മാത്രമേ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. ദാറ്റ് മീൻസ് 0 1 2 3 4 5 എന്ന് പറഞ്ഞങ്ങനെ പോകണം. ഓക്കെ, ഇതേപോലെ ഒരു കോമൺ ഡിഫറൻസ് അവിടെ ആണ്, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ആൻഡ് ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, Y ആക്സിൽ എന്ത് ചെയ്യുക, അതേപോലെ കോൺസ്റ്റന്റ് ആയിട്ട് അല്ലെ ഒരേ ഡിസ്റ്റൻസ് എന്ത് ചെയ്യുക, ഇതേപോലെ മാർക്ക് ചെയ്ത് വെക്കുക. എന്തൊക്കെയാണ് പൊസിഷൻ ഉള്ളത്, 0 എന്ന് പറഞ്ഞാൽ ഒറിജിൻ ആണ്. പിന്നെ ഉള്ളത് 2 4 6 8 എന്ന് പറഞ്ഞിങ്ങനെ പോവാം അല്ലെ. അവിടെ ഒരു കോമൺ ഡിഫറൻസ് വന്ന് എത്രയാണ്, 2 ആണ്. ഇതേപോലെ കോമൺ ഡിഫറൻസിൽ മാർക്ക് ചെയ്താൽ മതി, സംഭവം സെറ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ള എന്തൊക്കെയാ, ഓരോ വാല്യൂ നോക്കുക അല്ലേ. എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, യെസ് ടൈം 0 ആയപ്പോൾ പൊസിഷൻ എന്താ, 0. ദാറ്റ് മീൻസ് ഏതാ നമ്മുടെ പോയിന്റ് അല്ലെ. ടൈം 0 ആയപ്പോൾ പൊസിഷൻ 0, ഈ പോയിന്റാ, ഒരു പ്രശ്നമല്ല അല്ലെ. അടുത്ത് നമുക്ക് നോക്കാം, ടൈം 1 ആയപ്പോൾ അല്ലെ, ടൈം 1 സെക്കൻഡ് ആയപ്പോൾ പൊസിഷൻ 2 മീറ്ററിലാണ് അല്ലെ. അത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മാർക്ക് ചെയ്യാം അല്ലെ. ടൈം 2 സെക്കൻഡ്, സോറി ടൈം 1 സെക്കൻഡ് ആയപ്പോൾ എത്രയിലുള്ള നമ്മുടെ യെസ് പൊസിഷൻ എവിടെയാണുള്ളത്, ടൈം 1 സെക്കൻഡ് ആയപ്പോൾ പൊസിഷൻ 2 എന്ന് വെച്ചാൽ നമ്മളുടെ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ഇതാ ഇവിടെയാണ് നമ്മളുടെ എന്ത്, ഇന്റർസെക്റ്റിംഗ് പോയിന്റ്. റെഡി. അടുത്ത് നമുക്ക് നോക്കാം, അടുത്തത് ഏതാണ് നോക്കിക്കേ. ടൈം 2 സെക്കൻഡ് ആയപ്പോൾ പൊസിഷൻ 4 ടൈം 2 സെക്കൻഡ്, ടൈം 2 സെക്കൻഡിൽ എന്താ ലൈൻ വരച്ചു. ഓക്കെ, 4 നദിയ ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, ഇന്റർസെക്റ്റിംഗ് പോയിന്റ് നമുക്ക് അവിടെ കിട്ടി. ഇതാണ് നമ്മുടെ എന്ത് വരിക, ഇന്റർസെക്റ്റിംഗ് പോയിന്റ് വരിക. റെഡി ഫൈൻ അല്ലേ. ഓക്കെ, അടുത്തെന്താ വന്നത്, നമുക്ക് ടൈം 3 സെക്കൻഡ് ആയപ്പോൾ നമ്മുടെ പൊസിഷൻ എവിടെയാണുള്ളത്, 6 മീറ്ററിലാണുള്ളത് അല്ലേ. സോ നമുക്ക് എന്തെങ്കിലും ചെയ്യാം, അത് ഇന്റർസെക്ട് ചെയ്ത് വരയ്ക്കാം. ടൈം 3 സെക്കൻഡ് ആണ്. ഓക്കെ, ടൈം 3 സെക്കൻഡിൽ ഞാൻ വരച്ചിട്ടുണ്ട്. ആൻഡ് പൊസിഷൻ എവിടെ നിന്ന് മാർക്ക് ചെയ്യണം, 6 എന്ന് മാർക്ക് ചെയ്യണം. 6ലേക്ക് വന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ എന്ത് വരിക, ഇന്റർസെക്റ്റിംഗ് പോയിന്റ്. ആൻഡ് നമുക്ക് എന്ത് ചെയ്യാം, ഇവരെല്ലാം കൂടി ജോയിൻ ചെയ്ത് എന്ത് ചെയ്യാം, ഒരു സ്ട്രെയിറ്റ് ലൈൻ അങ്ങോട്ട് വരയ്ക്കാം. ഇതായിരിക്കും നമ്മുടെ എന്ത് വരിക, ഗ്രാഫ് വരിക. ഇതാണ് നമ്മളുടെ ഗ്രാഫ്. റെഡി അല്ലേ, പക്കയല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ. യെസ്, സെറ്റ് ആണ്. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞ അല്ലേ, നമ്മുടെ ഗ്രാഫായി. ഗ്രാഫിൻ്റെ അത് ഒരു ചെറിയ കാര്യം കൂടി എഴുതി വെക്കുക. അവിടെ നമ്മുടെ സ്കെയിലും കൂടി അങ്ങോട്ട് എഴുതി വെച്ചാൽ കംപ്ലീറ്റ് ആയി അല്ലേ. സ്കെയിൽ എന്തൊക്കെയാണുള്ളത്, X ആക്സിസിന്റെ അകത്ത് 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, 1 സെക്കൻഡിനെയല്ലേ ഡിനോട്ട് ചെയ്യുന്നത്. അതേപോലെ Y ആക്സിസിന്റെ അകത്ത് 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഡിനോട്ട് ചെയ്യുന്നത്, യെസ് 2 മീറ്ററിനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഈ കാര്യം എഴുതി വെച്ചാൽ നിങ്ങളുടെ പക്ക ഗ്രാഫ് അവിടെ ആയി കഴിഞ്ഞു. ഓക്കെ, പക്ക അത്രയും പക്കയായിട്ടുള്ള ഗ്രാഫ് അവിടെ സെറ്റ് ആയി കഴിഞ്ഞു. ആൻഡ് ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്, അവിടെയുള്ള വെലോസിറ്റി എന്ത് ചെയ്യണം, നമുക്ക് ഡിറ്റർമൈൻ ചെയ്യണം അല്ലെ. വെലോസിറ്റി നമുക്ക് എന്ത് ചെയ്യണം, ഡിറ്റർമൈൻ ചെയ്യേണ്ടതുണ്ട് അല്ലെ. അപ്പൊ വെലോസിറ്റി നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കുക അല്ലെ. പൊസിഷൻ ടൈം ഗ്രാഫിൽ എങ്ങനെയാണ് നമ്മൾ വെലോസിറ്റി കണ്ടുപിടിക്കുക, അതിന്റെ സ്ലോപ്പ് എടുത്താൽ പോരെ. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ട്രയാങ്കിൾ ഇവിടെ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്താൽ, ഇതേപോലെ എന്ത് ചെയ്യുക, ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ മാത്രം മതി. ഓക്കെ, ആൻഡ് എന്ത് ചെയ്യുക, ട്രയാങ്കിൾ നിങ്ങൾ അവിടെ മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഒരു കളർ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് വെക്കുക. സോ ഇതാണ് നമ്മുടെ എന്ത് വരിക, ട്രയാങ്കിൾ വരിക. സോ ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ. ഓക്കെ, അവിടെയുള്ള ആംഗിൾ നോക്കിക്കുക, ആംഗിൾ എത്രയാണ്, ഇതാണ് നമ്മുടെ ആംഗിൾ തീറ്റ. നമുക്കറിയാം സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാ, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടാൻ തീറ്റ കണ്ടുപിടിച്ചാൽ മതി. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് അല്ലേ. തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് ആരാ, ഇതാണ് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ്. ശ്രദ്ധിക്കണേ, ഇതാണ് നമ്മുടെ എന്ത് വരിക, ഓപ്പോസിറ്റ് സൈഡ് വരിക. റെഡി, ഇതാണ് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ്. അത് എത്രയാണ്, 4 നിന്ന് 6ലേക്ക് എത്രയാ, 4 to 6 എത്രയാ, 2 മീറ്റർ അല്ലേ. ആൻഡ് അഡ്ജസന്റ് നോക്കി എത്രയാണ്, 2ൽ നിന്ന് 3ലേക്ക് എത്രയാണ്, 1 ആണ് അല്ലേ. സോ നമുക്ക് എന്ത് വരും, യെസ് ഓപ്പോസിറ്റ് സൈഡ് 2 ആണ്, അഡ്ജസന്റ് സൈഡ് എത്രയാണ്, 1 ആണ്. സോ എത്ര വരിക, 2/1 അല്ലെ. 2/1 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ന് പറയാം നമുക്ക് 2 മീറ്റർ പെർ സെക്കൻഡ്. ഇതായിരിക്കും നമ്മുടെ എന്ത് വരിക, വെലോസിറ്റി വരിക. റെഡി അല്ലേ. സോ ഇതാണ് ആര് വരിക, നമ്മുടെ വെലോസിറ്റി വരുന്നുണ്ടാവുക. ഓക്കെ, സോ വെലോസിറ്റി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്, 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതി, സിമ്പിൾ അല്ലേ. ഇതേപോലെ വെച്ചുള്ള മാർക്ക് സ്കോർ ചെയ്തുള്ള നേരെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ്. 2 forces 10 Newton and 8 Newtons are acting at a point. The angle between them is 60 degree. Find the magnitude of the resultant force. ആണല്ലേ, നമ്മൾ നേരെ എന്ത് ചെയ്ത് വെക്കണം, ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ റിസൾട്ടന്റ് ഫോഴ്സിന്റെ ഇക്വേഷൻ ചെയ്ത് വെക്കുക. √(a² + b² +
2ab cos θ ആണ് അല്ലേ? ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുള്ള r ഈക്വൽ ടു റൂട്ട് ഓഫ് a എത്രയാണ് 10 അല്ലേ? സോ 10 സ്ക്വയർ പ്ലസ് b എത്രയാ 8 അല്ലേ? 8 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 10 ഇൻറ്റു 8 ഇൻറ്റു കോസ് ആംഗിൾ എത്രയാ 60 അല്ലേ? കോസ് 60 ഇത്രയും പേരുള്ളൂ. റെഡി അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? വാല്യൂ ചെയ്താൽ r ഈക്വൽ ടു റൂട്ട് ഓഫ് അല്ലേ? 10 സ്ക്വയർ എത്രയാണ് 100 ആണ്, പ്ലസ് 8 സ്ക്വയർ എത്രയാണ് 64 ആണ്, പ്ലസ് 2 ഇൻറ്റു 10 ഇൻറ്റു 8 ആണ് അല്ലേ? അപ്പൊ 8 ഇൻറ്റു 10 എത്രയാ 80 ആണ്, 80 ഇൻറ്റു 2 എത്രയാ 160 ആണല്ലേ? സോ 160 ഇൻറ്റു കോസ് 60 എന്ന് പറഞ്ഞാൽ എത്രയാ 1/2 ആണ്. 1/2 കൊടുക്കാം. 160 ഇൻറ്റു 1/2 എത്രയാ 160ന്റെ പകുതിയാണ് എത്രയാണ് 80 ആണ്. സോ നമുക്ക് എന്ത് വരും? നമ്മുടെ റൂട്ട് ഓഫ് 164 അല്ലേ? 100 പ്ലസ് 64 എത്രയാ 164 ആണ്, പ്ലസ് എന്ത് വരും 80 കൂടെ വരും. റെഡിയാണോ? റെഡിയാണോ? സോ 164 പ്ലസ് എത്ര വരും 80 വരും. റെഡി അല്ലേ? സോ ഈക്വൽ ടു അല്ലെ 164 80 എത്രയാണ് 180 64 എത്രയാ 244 ആണ്. 244 ആണ്. റെഡി അല്ലേ? റൂട്ട് 244. യെസ്. അപ്പൊ നമ്മുടെ റിസൾട്ടന്റ് ഫോഴ്സ് എത്ര കിട്ടി? റൂട്ട് 244 ന്യൂട്ടൺ അല്ലേ? നമ്മുടെ എന്ത് ചെയ്യുക യൂണിറ്റ് കൂടി എഴുതി എന്ത് ചെയ്യും റൂട്ട് 244 ന്യൂട്ടന്റെ വാല്യൂ എന്ത് ചെയ്യാം കണ്ടുപിടിക്കാം. ഓക്കെ. സോ റൂട്ട് 244 ന്യൂട്ടൺ കിട്ടി. റെഡി അല്ലേ? നേരെ നമ്മൾ പോകും നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻ ടു കൺസർവേറ്റീവ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ് അല്ലേ? ഏതൊക്കെയാണ് നമുക്ക് അവിടെ എക്സാമ്പിൾ ആയി തന്നിട്ടുള്ളത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ട്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്, മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്, വിസ്കസ് ഫോഴ്സ് ഉണ്ട്. റെഡി അല്ലേ? ഞാൻ ഓരോ ആൾക്കാരെ മാർക്ക് ചെയ്ത് തരാം. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്താണ്? എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്? കാണുന്നില്ല നിങ്ങൾ? വേറെ എന്തെങ്കിലും കളർ യൂസ് ചെയ്യാൻ പറ്റും നോക്കട്ടെ. ഇല്ല, തീരെ കാണില്ലേ? ഓക്കെ, ഇവിടെ ആൾക്കാരെ കാണിച്ചാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ലെ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നേരെ കോപ്പി ചെയ്തുകൊണ്ടാണ് ഇത്ര ഒരു ക്ലാരിറ്റി പറഞ്ഞത്. ഓക്കെ. സോ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. എന്താണ്? കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ഓക്കെ. അടുത്ത ഫ്രിക്ഷണൽ ഫോഴ്സോ നോൺ കൺസർവേറ്റീവ് ആണ്, നോക്കേണ്ട ആവശ്യമില്ല. മാഗ്നറ്റിക് ഫോഴ്സ് കൺസർവേറ്റീവ് ആണ്, വിസ്കസ് ഫോഴ്സ് നോൺ കൺസർവേറ്റീവ് ആണ്. സിമ്പിൾ ആണ്. റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കേ. പവർ ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡാഷ് എന്ന് കൊടുത്തല്ലേ? നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. ബി ക്വസ്റ്റ്യൻ ആൻസർ ആണ് പറഞ്ഞത്. പവറിന്റെ ഇക്വേഷൻ എന്താണ്? വർക്ക് ബൈ ടൈം അല്ലെ? വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഈ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈമിനെ നമ്മൾ എന്ത് വിളിക്കുക? വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. സോ എന്ത് വരും? നമുക്ക് അവിടെ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി അല്ലേ? സോ നമുക്ക് മറ്റൊരു ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി ആണ്. സോ ഇവിടെ എന്താ വരിക? ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി ആണ് അവിടെ വരേണ്ടത്. ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. റെഡി അല്ലേ? സെറ്റ് അല്ലേ? നേരെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണെന്ന് നോക്കിയേ. ഡിഫൈൻ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ബോഡി. എന്താണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ധൈര്യമായിട്ട് എഴുതിക്കോളാം. ഇറ്റ് ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ് ആണ് അല്ലെ? ഇറ്റ് ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ് നമ്മൾ എന്ത് വിളിക്കുക? മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് വിളിക്കുക. ആൻഡ് അടുത്ത് നോക്കിക്കോ. വിച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റി റെപ്രസെന്റഡ് ബൈ ദ പ്രൊഡക്റ്റ് ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ അല്ലെ? മൊമെന്റ് ഓഫ് ഇനേർഷ്യയും അതേപോലെ തന്നെ ആംഗുലാർ വെലോസിറ്റി തമ്മിലുണ്ടാകുന്ന പ്രൊഡക്റ്റ് നമ്മൾ വിളിക്കുന്ന പേരെന്താ? ആംഗുലാർ മൊമെന്റം. L ഈക്വൽ ടു I ഒമേഗയാണ്. മറന്നു പോരുത്. എന്താണത്? ആംഗുലാർ മൊമെന്റം ആണ്. സോ L എന്ന് പറഞ്ഞാൽ ആരാണ്? ആംഗുലാർ മൊമെന്റം. ആംഗുലാർ മൊമെന്റം ആണ്. റെഡി? നേരെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാൻ നോക്കിക്കേ. സ്റ്റേറ്റ് വെദർ ദ വെലോസിറ്റി ഓഫ് എസ്കേപ്പ് ഫോർ ടു ബോഡീസ്. ഏതൊക്കെയാണ് ബോഡീസിന്റെ മാസസ്? 2 കിലോഗ്രാം ഉണ്ട്, 200 കിലോഗ്രാം ഉണ്ട്. ആർ സെയിം ഓർ ഡിഫറെന്റ്? ഗീവ് റീസൺ അല്ലെ? ഈ രണ്ടു പേർക്കും കൊടുക്കേണ്ട എസ്കേപ്പ് വെലോസിറ്റി സെയിം ആണോ ഡിഫറെന്റ് ആണോ ചോദിച്ചാൽ അല്ലെ? ഞാൻ കറക്റ്റ് ആയിട്ട് പറയും അതെന്താണ്? സെയിം വെലോസിറ്റി ആണ്. കാരണം എന്താണ്? നേരെ നിങ്ങൾ എഴുതി വെച്ചോളൂ. എസ്കേപ്പ് വെലോസിറ്റി ഇക്വേഷൻ റൂട്ട് 2gr ആണ്. ദാറ്റ് മീൻസ് എസ്കേപ്പ് വെലോസിറ്റി ഈസ് independent on mass അല്ലെ? മാസ് ഓഫ് ദി ബോഡി അല്ലെ? ബോഡിയുടെ മാസിനെ ആര് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? എസ്കേപ്പ് വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ബോത്ത് ഹാവിംഗ് ദ സെയിം എസ്കേപ്പ് വെലോസിറ്റി അല്ലെ? രണ്ടാൾക്കും നമ്മൾ എന്ത് കൊടുക്കണം? സെയിം എസ്കേപ്പ് വെലോസിറ്റി ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. റെഡി അല്ലേ? അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ബോഡിയുടെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇത് എന്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? നമ്മുടെ ജിനെയും ആറിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. റെഡി അല്ലേ? സോ നമുക്ക് എന്താ പറയാം? എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓൺ മാസ് ആണ്. സോ രണ്ടാൾക്കും എന്ത് ചെയ്യണം? സെയിം വെലോസിറ്റി കൊടുക്കണം. ബി ക്വസ്റ്റ്യൻ എന്താണ്? സ്റ്റേറ്റ് കെപ്ലേഴ്സ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ. കെപ്ലേഴ്സ് ഫസ്റ്റ് ലോ ആണ് അല്ലേ? കെപ്ലേഴ്സ് ഫസ്റ്റ് ലോ ആരാണ്? യെസ്, ലോ ഓഫ് ഓർബിറ്റ് ആണ്. ലോ ഓഫ് ഓർബിറ്റ് ആണ്. എന്താണ് ലോ ഓഫ് ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എവറി പ്ലാനറ്റ് റിവോൾവ് അറൗണ്ട് ദ സൺ ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് വേർ സൺ സിറ്റുവേറ്റഡ് ഇൻ വൺ ഓഫ് ദി ഫോഴ്സ്. എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്കായി. ഒന്നുകൂടി പറഞ്ഞുതരാം. എന്താണ്? എവറി പ്ലാനറ്റ് റിവോൾവ് അറൗണ്ട് ദ സൺ ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് വേർ സൺ സിറ്റുവേറ്റഡ് ഇൻ വൺ ഓഫ് ദി ഫോഴ്സ്. ഇതാണ് നമ്മളുടെ എന്താ? യെസ്, കെപ്ലേഴ്സ് ഫസ്റ്റ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ അല്ലെങ്കിൽ ലോ ഓഫ് ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്.
റെഡി അല്ലേ? നേരെ നമ്മൾ പോകുന്നത് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ്. നോക്കിക്കേ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, വാട്ട് ഹാപ്പൻസ് ടു ദ ഇന്റേണൽ എനർജി ഓഫ് എ ഗ്യാസ് ഡ്യൂറിങ് ഐസോതെർമൽ എക്സ്പാൻഷൻ? അല്ലെ, ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ടി അവിടെ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ടി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ അവിടെ ഇന്റേണൽ എനർജിയിൽ ചേഞ്ച് ഉണ്ടാവോ? ഇല്ല. സോ നമുക്ക് എന്ത് പറയാം? അവിടെ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എപ്പോഴും എന്തായിരിക്കും വരിക? 0 ആയിരിക്കും വരിക. ഇതാണ് നിങ്ങൾ അവിടെ എഴുതി വെക്കേണ്ടത്. ഓക്കെ, ഇവിടെ ഡെൽറ്റ യു എന്തായിരിക്കും വരിക? 0 ആയിരിക്കും. ആൻഡ് അടുത്ത് നമുക്ക് നോക്കാം. അടുത്ത ഏത് പ്രോസസ് ആണ്? അഡിയബാറ്റിക് പ്രോസസ് ആണ്. അഡിയബാറ്റിക് പ്രോസസ്സിനകത്ത് ഡെൽറ്റ ക്യൂ എന്തായിരിക്കും? അവിടെ 0 ആയിരിക്കും. ഡെൽറ്റ ക്യൂ ഈക്വൽ ടു 0. അല്ലെങ്കിൽ ഹീറ്റ് അബ്സോർപ്ഷനോ അല്ലെ ഹീറ്റ് റിലീസ് ചെയ്യുന്ന കാര്യമോ അവിടെ ഉണ്ടാവില്ല. സോ അവിടെ ഉണ്ടാവുന്ന ആ ഒരു എനർജി എന്തായിരിക്കും? അല്ലെ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് അവിടെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഡെൽറ്റ ക്യൂ അല്ലെങ്കിൽ ചേഞ്ച് വരുന്നില്ല അല്ലെ, ചേഞ്ചിന് ആ ഒരു ക്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും വരിക. ദാറ്റ് മീൻസ് നമുക്കറിയാം അല്ലെ, നമ്മുടെ ഇക്വേഷൻ പ്രകാരം ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു അല്ലേ? അല്ലെ, ഇവിടെ ഡെൽറ്റ ക്യൂ 0 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ഡബ്ല്യൂവിന് അപ്പുറത്തേക്ക് കൊണ്ട് എന്തായിട്ട് മാറും? ഡെൽറ്റ യു ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ഡബ്ല്യു എന്ന് കിട്ടും. റെഡി അല്ലേ? എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ആർക്ക് ഈക്വൽ ആയിരിക്കും? നെഗറ്റീവ് ഓഫ് ചേഞ്ച് ഇൻ വർക്ക് ഡൺ ആണ്. അല്ലെ, തിരിച്ചും പറയാം. എങ്ങനെ പറയാം? അവിടെ ഉണ്ടായിട്ടുള്ള വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? അവിടെ നെഗറ്റീവ് ഓഫ് ദി ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്ന് നമുക്ക് പറയാം. സിമ്പിൾ അല്ലേ? ഈ കാര്യം എഴുതി വെച്ചാൽ നിങ്ങൾക്ക് എന്തായി? അവിടെ മാർക്കായി. സെറ്റ് ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ മൂവ് ചെയ്യാണ്. നോക്കിയേ അടുത്ത ക്വസ്റ്റ്യൻ. സിമ്പിൾ ആണ്. നോക്കിയേ, കാൽക്കുലേറ്റ് ദ റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി ഓഫ് എ ഗ്യാസ് അറ്റ് 300 കെൽവിൻ ആണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം നമ്മുടെ എസ്കേപ്പ് വെലോസിറ്റി ഞാൻ വി ബാർ വെച്ച് റെപ്രസെന്റ് ചെയ്യാണ്. സോ അല്ലെങ്കിൽ വി ആർ എം എസ് എന്ന് വിളിക്കാം. ഞാൻ ഇവിടെ വി ബാർ എന്ന് വിളിക്കുകയാണ്. ഓക്കെ, റൂട്ട് 3RT/m ആണ്. നമ്മൾ ഇക്വേഷൻ എന്താണ്? റൂട്ട് 3RT/m ആണ്. റെഡി അല്ലേ? നേരെ നമ്മൾ എന്ത് ചെയ്യാം? നമുക്കറിയാം ഓരോ ആൾക്കാർ അവിടെ തന്നിട്ടുണ്ടല്ലേ. നമ്മുടെ ടെമ്പറേച്ചർ എത്രയാണ് ഇവിടെ? 300 കെൽവിൻ ആണ്. ആൻഡ് ആർ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇവിടെ? 8.3 ജൂൾ പെർ മോൾ പെർ കെൽവിൻ ആണ്. ആൻഡ് നമ്മുടെ മോളിക്യുലർ മാസ് ആരാണ്? 0.032 കിലോഗ്രാം ആണ്. റെഡി അല്ലേ? സോ ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം അല്ലെ. നേരെ നമുക്ക് എന്ത് ചെയ്യാം? വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി ബാർ ഈക്വൽ ടു റൂട്ട് ഓഫ് നമുക്ക് എന്ത് വരും? 3 ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8.3 ആണ്. ആൻഡ് ടി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 300 കെൽവിൻ ആണ്. ബൈ എം എന്ന് പറഞ്ഞാൽ എന്താണ്? 0.032 ആണ്. നേരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് കണ്ടുപിടിക്കാം. ഇത്രയും മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും നിങ്ങളുടെ ആ ഒരു റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. റെഡി അല്ലേ? സെറ്റ് അല്ലേ? യെസ്, നേരെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ചെക്ക് വെദർ ദ ഇക്വേഷൻ ഹാഫ് mv സ്ക്വയർ ഈക്വൽ ടു mgh ഈസ് ഡയമെൻഷനലി കറക്റ്റ് ബൈ ദ മെത്തേഡ് ഓഫ് ഡയമെൻഷൻ. അല്ലെ, നമുക്ക് കണ്ടുപിടിക്കാം. നമുക്കറിയാം എന്താണ് അല്ലെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്താ പറയുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. an equation is dimensionally correct only when the dimensions of each terms on both sides of the equation are equal. അല്ലെ, നമുക്ക് രണ്ട് സൈഡിലെ ഡയമെൻഷൻ ഈക്വൽ ആണ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ ഇക്വേഷൻ? ഡയമെൻഷനലി കറക്റ്റ് ആയിരിക്കും. അല്ലെ, ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കാം. അല്ലെ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണ് ഹാഫ് mv സ്ക്വയർ ആണ്. അല്ലെ, സോ ഹാഫ് mv സ്ക്വയർ ആണ്. ഹാഫിന് എന്തില്ല? കോൺസ്റ്റന്റ് ആണ്, ഡയമെൻഷൻ ഇല്ല. എം എന്ന് പറഞ്ഞാൽ മാസ് ആണ്. ആൻഡ് ഇവിടെ ആരുണ്ട്? അവിടെ LT അല്ലെ, വെലോസിറ്റി LT⁻⁻1 ആണ്. അതിന് സ്ക്വയർ എടുക്കാം. സ്ക്വയർ എടുത്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അവിടെ എം അവിടെ ഉണ്ട്. LT⁻⁻1 ഹോൾ സ്ക്വയർ ആ. സോ എന്ത് വരും? L²T⁻² എന്ന് കിട്ടി. റെഡി അല്ലേ? സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ ഡയമെൻഷൻ വന്നിട്ടാണ് mL²T⁻². ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? റൈറ്റ് ഹാൻഡ് സൈഡ് ചെയ്ത് നോക്കാം. റൈറ്റ് ഹാൻഡ് സൈഡ് ആരാണ് അവിടെ ഉള്ളത്? mgh ആണ്. ആൻഡ് എം എന്ന് പറഞ്ഞാൽ ആരാണ്? മാസ് ആണ്. ജി എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ദാറ്റ് മീൻസ് LT⁻² ആണ്. എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് അല്ലെ. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അതൊരു ലെങ്ത് അല്ലേ. സോ L ആയിട്ട് കണക്കാക്കാം. സോ ഇവിടെ 2 L ഉണ്ട്. സോ L × L എന്താ? L² ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? mL²T⁻². നമുക്ക് എന്ത് പറയാം? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ് ആർ ഈക്വൽ ആണ് അല്ലേ. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്ക് എന്ത് കിട്ടി? റൈറ്റ് ഹാൻഡ് സൈഡിലെ ഡയമെൻഷൻ ഈക്വൽ ആണ്. therefore this equation is dimensionally correct ആണ്. therefore this equation is dimensionally അല്ലെ, this equation is dimensionally എന്താണ്? കറക്റ്റ് ആണ്. ഒരു സംശയം വേണ്ട. this equation is dimensionally correct. കിട്ടിയില്ലേ? നേരെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. നോക്കിക്കേ. യെസ്, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ആംഗിൾ ഓഫ് കോൺടാക്ട് ഓഫ് എ ലിക്വിഡ് വിത്ത് സോളിഡ് സർഫസ്? നമുക്കറിയാം ആംഗിൾ ഓഫ് കോൺടാക്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ
ടാൻജന്റ് ഡ്രോൺ ടു ദ കർവ്ഡ് ലിക്വിഡ് സർഫസ് ആണല്ലേ. ആ ഒരു കർവ്ഡ് ലിക്വിഡ് സർഫസ് നമ്മൾ ആ ഒരു സോളിഡ് സർഫസ് വരയ്ക്കുന്ന ആ ഒരു ടാൻജന്റ് നമ്മൾ എന്ത് വിളിക്കുക, നമ്മളുടെ ആംഗിൾ ഓഫ് കോൺടാക്ട് എന്ന് വിളിക്കുക. അതുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് നമ്മളുടെ ആംഗിൾ ഓഫ് കോൺടാക്ട് എന്ന് വിളിക്കുക അല്ലേ. അങ്ങനെയാണ് ഇതിന്റെ ആംഗിൾ ഓഫ് കോൺടാക്ട് എന്തായിരിക്കും, ഇതായിരിക്കും ഇതിന്റെ ആംഗിൾ ഓഫ് കോൺടാക്ട് ഉണ്ടാവുക. റെഡി അല്ലേ. സോ ഇതാണ് ഇതിന്റെ ആംഗിൾ ഓഫ് കോൺടാക്ട് തീറ്റ. ആൻഡ് അവിടെ നോക്കിയേ, ഇതായിരിക്കും ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ ഓഫ് കോൺടാക്ട്. ആ ഒരു കർവ്ഡ് സർഫസിന്റെ ടാൻജന്റ് വരച്ച് നമുക്ക് എന്ത് കിട്ടും, അവിടെ ഉണ്ടാവുന്ന ആംഗിൾ ഓഫ് കോൺടാക്ട് തീറ്റ കിട്ടും. ഇത്രേ പരിപാടിയുള്ളൂ. റെഡി അല്ലേ. ആൻഡ് അടുത്ത് നോക്കിയോ, ബി ക്വസ്റ്റ്യൻ. ഡിഫറെന്റ് ഷേപ്സ് ഓഫ് വാട്ടർ ഡ്രോപ്സ് ഓൺ എ ലോട്ടസ് ലീഫ് ആൻഡ് ഗ്ലാസ് പ്ലേറ്റ് ആർ ഗിവൺ ബിലോ. റീഡ്രോ ഇറ്റ് ആൻഡ് മാർക്ക് ദ ആംഗിൾ ഓഫ് കോൺടാക്ട് ഇൻ ഈച്ച് കേസ് ആണ് അല്ലേ. നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഒരു ലോട്ടസ് ലീഫ് തന്നു, ഒരു ഗ്ലാസ് പ്ലേറ്റ് തന്നു അല്ലേ. നമുക്കറിയാം ആദ്യത്തെ എന്താണ്, ലോട്ടസ് ലീഫ് ആണല്ലേ. സോ ലോട്ടസ് ലീഫിന്റെ അകത്ത് നടക്കുക അല്ലേ. ലോട്ടസ് ലീഫിന്റെ അകത്ത് എന്തായിരിക്കും നമ്മുടെ ആംഗിൾ ഓഫ് കോൺടാക്ട്? ആംഗിൾ ഓഫ് കോൺടാക്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒപ്റ്റ്യൂസ് ആയിരിക്കും. ഒപ്റ്റ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആയിരിക്കും. ദാറ്റ് മീൻസ് എന്താ വരിക, ഒപ്റ്റ്യൂസ് ആംഗിൾ ആണ് വരിക. ഒപ്റ്റ്യൂസ് ആംഗിൾ ആണെങ്കിൽ നമ്മുടെ ആ ഒരു വാട്ടർ അല്ലെ, അവിടെ ഉണ്ടായിട്ടുള്ള ആ വാട്ടർ എന്തിലാണ് നിൽക്കുക, സ്പെരിക്കൽ ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. സ്പെരിക്കൽ ഷേപ്പിലാണ്. ആൻഡ് ദ വാട്ടർ ഡസ് നോട്ട് വെറ്റ് ദ സോളിഡ് സർഫസ്. അല്ലെങ്കിൽ ആ ലോട്ടസ് ലീഫിൽ എന്ത് ചെയ്യില്ല, ഈ വാട്ടർ ഒരിക്കലും നനയ്ക്കില്ല, അല്ലെങ്കിൽ ഡസ് നോട്ട് വെറ്റ് ദ സോളിഡ് സർഫസ് എന്ന് പറയാം. റെഡി അല്ലേ. അതാണ് അവിടുത്തെ കേസ്. അടുത്ത എവിടെയാണ്, നമ്മുടെ ഗ്ലാസ് പ്ലേറ്റ് ആണ് അല്ലെ. ഗ്ലാസ് പ്ലേറ്റിന്റെ കേസിൽ അവിടെ തീറ്റ എന്താണ്, ലെസ് ദാൻ 90 ഡിഗ്രി ആണ്. ദാറ്റ് മീൻസ് എന്താണ്, അക്യൂട്ട് ആംഗിൾ ആണ്. അക്യൂട്ട് ആംഗിൾ അല്ലെ. അക്യൂട്ട് ആംഗിൾ എന്താ സംഭവിക്കുക, അവിടെ സ്പെരിക്കൽ ഷേപ്പിലാണ് നിൽക്കുക അല്ല അല്ലെ. നമ്മുടെ വാട്ടർ അവിടെ എന്ത് ചെയ്യും, സ്പ്രെഡ് ഔട്ട് ചെയ്യുകയാണ് ചെയ്യുക. മാക്സിമം എന്ത് ചെയ്യും, മാക്സിമം ഏരിയയിലേക്ക് എന്ത് ചെയ്യും, സ്പ്രെഡ് ഔട്ട് ചെയ്യും. റെഡി അല്ലേ. സോ ആ സമയത്ത് എന്ത് സംഭവിക്കും, യെസ് ദ വാട്ടർ വെറ്റ് ദ സോളിഡ് സർഫസ്. അവിടെ എന്ത് ചെയ്യും, നമ്മുടെ വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ലിക്വിഡ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സോളിഡ് സർഫസിനെ വെറ്റ് ചെയ്യുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. റെഡി അല്ലേ. ഇതാണ് അവിടെ ഉണ്ടായിട്ട് രണ്ട് ആംഗിൾ ഓഫ് കോൺടാക്ട് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഷേപ്പ് നമുക്ക് പറയാൻ സാധിക്കും. റെഡി അല്ലേ, സെറ്റ് അല്ലേ. നേരെ നമ്മൾ പോകും നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ്. നോക്കിയേ, വാട്ട് ഇസ് മൊമെന്റ് ഓഫ് ഫോഴ്സ്. സിമ്പിൾ ആയിട്ട് പറയാം, വാട്ട് ഇസ് മൊമെന്റ് ഓഫ് ഫോഴ്സ്. ദാറ്റ് മീൻസ് റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് എന്താണ്, ടോർക്ക് ആണ്. ടോർക്ക് അല്ലെ, നമ്മൾ ടോ എന്ന് റെപ്രസെന്റ് ചെയ്യും. ടോ. റെഡി അല്ലേ. അണ്ടർ വാട്ട് കണ്ടീഷൻ ദ ടോർക്ക് ഡ്യൂ ടു ആൻ അപ്ലൈഡ് ഫോഴ്സ് 0 ആണല്ലേ. നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, ടോന്റെ ഇക്വേഷൻ എന്താണ്, ആർ ക്രോസ് എഫ് ആണ്. ടോ എന്ന് പറഞ്ഞ എന്ത് വരും, ആർ ക്രോസ് എഫ് എന്താണ്, ആർ എഫ് സൈൻ തീറ്റ ആണ്. ഇവിടെ ആംഗിൾ എന്തായിരിക്കണം, തീറ്റ അല്ലെ. ഇഫ് തീറ്റ ഈക്വൽ ടു 0 നമുക്ക് എന്ത് പറയാം, ടോ ഈക്വൽ ടു സൈൻ 0 എന്താ 0 അല്ലെ. സോ മൊത്തം ടോർക്ക് എന്തായിട്ട് മാറി, അവിടെ 0 ആയിട്ട് മാറി. റെഡി അല്ലേ. സോ ടോർക്ക് 0 ആവുന്ന എപ്പോഴാണ്, തീറ്റ ആറും എഫും തമ്മിലുണ്ടാകുന്ന ആംഗിൾ എന്താണ്, യെസ് 0 ആയിരിക്കും. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് പറയാം, ഫോഴ്സ് ആക്ടിങ് ഓൺ അല്ലെ, ഫോഴ്സ് ആക്ടിങ് ത്രൂ എന്താണ്, ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണ്. ആ ഒരു ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ കൂടെ നമ്മളെ ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ തീറ്റ എന്തായിരിക്കും, 0 ആയിരിക്കും. ആ കേസിൽ ടോർക്ക് എന്തായിരിക്കും, 0 ആയിരിക്കും. പെർഫെക്റ്റ്, സിമ്പിൾ. ഇത്രയും വരുള്ളൂ. റെഡി അല്ലേ, സെറ്റ് അല്ലേ, സിമ്പിൾ ആണ്. ഓക്കെ, നേരെ നമ്മൾ പോകുന്നു നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഏതാടാ, വാട്ട് ദസ് ഷേപ്പ് ഓഫ് പാത്ത് ഫോളോഡ് ബൈ എ പ്രൊജക്ടൈൽ ആണ്. നമുക്കറിയാം ഒരു പ്രൊജക്ടൈൽ മോഷന്റെ പാത്ത് എന്താടാ, പാരബോളയാണ്. പാരബോളിക് ഷേപ്പ് അല്ലേ, സെറ്റ് അല്ലേ. അടുത്ത് നോക്കിയോ, യെസ് ഭാരത് വാണ്ട് ടു ഡ്രോ ദ വേരിയേഷൻ ഓഫ് വെലോസിറ്റി കോമ്പോണൻസ് ഓഫ് പ്രൊജക്ടൈൽ മോഷൻ വിത്ത് ടൈം. ഹെൽപ്പ് ഹിം വിത്ത് ദ കറക്റ്റ് ഡയഗ്രാം അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, ആ കറക്റ്റ് ഡയഗ്രാം കൊണ്ട് വരച്ചു കൊടുത്താലോ അല്ലേ. 2-3 വെലോസിറ്റി നമുക്ക് എന്ത് ചെയ്യാം, ആ ഡയഗ്രാം നമുക്ക് വരച്ചു കൊടുക്കാം. ഓക്കെ, ഒരു പ്രൊജക്ടൈൽ മോഷൻ വരയ്ക്കുക. ഓക്കെ, ഇത് എക്സ് ആണ്, ഇത് വൈ ആണ്. ഒരു പ്രൊജക്ടൈൽ മോഷൻ സാർ അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. പോരാ, അടുത്ത ഒന്നുകൂടി വൃത്തിയിൽ മാർക്ക് ചെയ്യാം. യെസ്, വൃത്തിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നുകൂടി പ്രൊജക്ടൈൽ മോഷൻ വരച്ചിട്ടുണ്ട്. അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി വെക്ടർ ഞാൻ അവിടെ കാണിച്ചു അല്ലേ. ആ ഇനീഷ്യൽ വെലോസിറ്റി വെക്ടർ യു ആണ്. ഇതാണ് നമ്മുടെ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. ആ ആംഗിൾ ഓഫ് പ്രൊജക്ഷന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്തു, ഇത് നമ്മൾ യു കോസ് തീറ്റ എന്ന് വിളിച്ചു, ഇത് നമ്മൾ യു സൈൻ തീറ്റ എന്ന് വിളിച്ചു അല്ലേ. മുകളിലേക്ക് പോകും തോറും നമ്മുടെ ഈ കമ്പോണന്റ് എന്തായിട്ട് മാറും, യെസ് നമ്മുടെ എക്സ് കമ്പോണന്റ് അവിടെ സെയിം ആയിരിക്കും അല്ലേ. എന്താണോ ഇനീഷ്യൽ എക്സ് കമ്പോണന്റ്, അതേ എക്സ് കമ്പോണന്റ് ആണ് എന്തുണ്ടാവുക, ഇവിടെ ഉണ്ടാവുക. ആ എക്സ് കമ്പോണന്റ് ഒരു ചേഞ്ചും വരാൻ പോകുന്നില്ല, യാതൊരു മാറ്റവും ഇവിടെ വരാൻ പോകുന്നില്ല. പക്ഷേ വൈ കമ്പോണന്റ് അവിടെ എന്താവും, ചെറുതാവും അല്ലെ. അങ്ങനെ ചെറുതായി അല്ലെ. നോക്കണം, ഇത് നമ്മളുടെ യു കോസ് തീറ്റ ആണ്, യു സൈൻ തീറ്റ ആണ്. മീൻസ് യു എക്സ് ആണ്, ഇത് യു വൈ ആണ്. യു വൈ ചെറുതായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഏറ്റവും ടോപ്പിൽ എത്തുമ്പോൾ എന്തായിട്ട് മാറും, നമ്മുടെ എക്സ് കമ്പോണന്റ് അവിടെ ഉണ്ടാവും. പക്ഷെ വൈ കമ്പോണന്റ് അവിടെ എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും അല്ലെ. അവിടെ എന്താണ്, വൈ കമ്പോണന്റ് നമ്മൾ കൊടുത്ത ഇനീഷ്യൽ വെലോസിറ്റിയുടെ വൈ കമ്പോണന്റ് ആണ് നമ്മുടെ ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ 0 ആയിട്ട് മാറും അല്ലെ. ഈ താഴേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുക, താഴേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, എക്സ് അങ്ങനെ തന്നെ ഉണ്ട്, എക്സിന് ഒരു മാറ്റമില്ല. വൈ എന്താവും, ചെറുതായിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അല്ലെ. വൈ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് യു എക്സ് ആണ്, ഇത് യു വൈ ആണ്. എഗൈൻ അത് താഴോട്ടേക്ക് പോവാണ്. എക്സ് കമ്പോണന്റ് അങ്ങനെ തന്നെ,
y കമ്പോണന്റ് കുറച്ചുകൂടെ വലുതാവും. ഓക്കെ, അങ്ങനെ താഴേക്ക് വരുമ്പോൾ യുടെ y കമ്പോണന്റ് എന്ത് ചെയ്യും, കുറച്ച് കൂടി താഴേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കും. എന്തിന്റെ? y കമ്പോണന്റ്. x കമ്പോണന്റ് ചെയ്യുമ്പോ അല്ലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ u cos തീറ്റയ്ക്ക് നിങ്ങൾ എഴുതി വെക്കുക, u cos തീറ്റ എന്ന് പറഞ്ഞ x കമ്പോണന്റ് എപ്പോഴും എന്താ ഉണ്ടാവുക, കോൺസ്റ്റന്റ് വെലോസിറ്റി ആണ് ഉണ്ടാവുക, കോൺസ്റ്റന്റ് വെലോസിറ്റി. അതേപോലെ നമ്മുടെ യുവിന്റെ y കമ്പോണന്റിൽ അതാരാണ്, u sin തീറ്റ ആണ്. എന്താ ഉണ്ടാവുക, കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആണ് ഉണ്ടാവുക, കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആണ് അവിടെ ഉണ്ടാവുക. അത്ര എഴുതിച്ചാൽ എന്തായി, സെറ്റായി. ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻ അല്ലല്ലോ. സോ ആ ഗ്രാഫ് അവിടെ വരച്ചു വെക്കുക, സിമ്പിൾ ആയിട്ട് എന്ത് ഈ കാര്യം എഴുതി വെക്കുക, നമുക്ക് എന്ത് ചെയ്യും, മാർക്ക് സ്കോർ ചെയ്യും അല്ലേ. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പോൾ നമ്മൾ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഇസ് ടോർക്ക് ഓഫ് ഫോഴ്സ് F ഈക്വൽ ടു 2i - 5j + 4k ആണ് ആക്ടിങ് അറ്റ് ദ പോയിന്റ് R അല്ലെ. നമ്മുടെ എന്താണ് അവിടെയുള്ള ഒരു പെർപെൻഡിക്കുലർ വെക്ടർ എത്രയാണ്, യെസ് 3i + 3j + 3k ആണ് അബൌട്ട് ദ ഒറിജിൻ എന്ന് പറയുന്നത് അല്ലേ. നമുക്കറിയാം ടോർക്കിന്റെ ഇക്വേഷൻ എന്താണ്, ടോർക്ക് ടോ ഈക്വൽ ടു R ക്രോസ് F ആണ്. ക്രോസ് പ്രൊഡക്റ്റ് എടുക്കണം, ഡിറ്റർമിനന്റ് മെത്തേഡ് എടുക്കണം. റെഡി അല്ലേ? അപ്പൊ കണ്ടുപിടിക്കാൻ പോവാണ്, ടോ ഈക്വൽ ടു R ക്രോസ് F അല്ലേ. R എത്രയാണ്, R എന്ന് പറഞ്ഞാൽ 3i + 3j + 3k ആണ്. ഒക്കെ ക്യാപ്പ് ഉണ്ട് കേട്ടോ. യെസ്, ക്രോസ് എന്ത് വരും, F എത്രയാണ്, 2i - 5j + 4k ആണ്. ഇങ്ങനെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക അറിയാലോ. ടോ ഈക്വൽ ടു കണ്ടുപിടിക്കണം, ഡിറ്റർമിനന്റ് എടുക്കുക, i j k എഴുതുക. യെസ്, ആദ്യം നമ്മൾ R അല്ലേ R ക്രോസ് F അല്ലേ. ആറിന്റെ ഏതൊക്കെ കമ്പോണൻസ് എടുക്കുക, i കമ്പോണന്റ് 3 ആണ്, j കമ്പോണന്റ് 3 ആണ്, k കമ്പോണന്റ് 3 ആണ്. ആൻഡ് ഫോഴ്സിന്റെ i കമ്പോണന്റ് 2 ആണ്, യെസ് j കമ്പോണന്റ് -5 ആണ്, k കമ്പോണന്റ് 4 ആണ്. നേരെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പരിപാടി തുടങ്ങാൻ പോവാണ്. ഈക്വൽ ടു അല്ലെ, ആദ്യം നമ്മൾ i എടുക്കുകയാണ്, അതിന്റെ റോയിങ് കോളം നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ട് ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്തൊക്കെയാണ് ഉണ്ടാവുക, 3 × 4 എത്രയാ, 12 ആണ്. 3 × 4 എത്രയാണ്, 12 ആണ്. മൈനസ് എന്ത് വരും, യെസ് 3 × -5 എന്താ, 3 × -5 എത്രയാ, -15 ആണ് അല്ലെ. സോ -15 അവിടെ കിടക്കട്ടെ. അടുത്തത് -j എന്തൊക്കെ വരിക, ജെയുടെ റോയിങ് കോളം നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ബാക്കി അവിടെ ആരൊക്കെയാ ഉള്ളത്, 3 × 4 എത്രയാ, അഗെയിൻ 12 മൈനസ് 3 × 2 എത്രയാ, 6 ആണ്, 6. റെഡി അല്ലേ? അടുത്ത ലാസ്റ്റ് ആണുള്ളത് പ്ലസ് k അല്ലെ. കെന്റെ റോയിങ് കോളം നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ബാക്കി 3 × -5 -15 അല്ലെ, -15 മൈനസ് ഉണ്ട് അവിടെ. ബാക്കി എന്തൊക്കെയാണുള്ളത്, 3 × 2 എത്രയാ, 6 ആണ്, 6. 3 × 2 എത്രയാണ്, 6 ആണ്. സോ -6. റെഡി അല്ലേ? നേരെ നമുക്ക് നോക്കി നോക്കാം, i × അല്ലെ 12 - -15 എത്രയാ അല്ലെ, 12 - എത്രയാ, യെസ് പ്ലസ് ആയിട്ട് മാറും. സോ 12 + 15 എത്രയാ, 27 ആണ്. സോ 27i - j × അല്ലെ 12 - 6 എത്രയാ, 6 ആണ്. സോ 6 കൊടുക്കാം. പ്ലസ് k × എന്താ വരിക, -15 - 6 എത്രയാ വരിക, -21 ആണ്. സോ -21 എടുക്കാം. യെസ്, അപ്പൊ നമ്മൾ ടോർക്ക് എത്ര കിട്ടി, ടോർക്ക് ടോ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, യെസ് 27i cap - 6j cap - 21k cap എന്ന് കിട്ടി. സോ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുക, ടോർക്കിന്റെ അല്ലെ, ടോർക്കിന്റെ ആ ഒരു വെക്ടർ നമുക്ക് കിട്ടി എത്രയാണ്, 27i cap - 6j cap - 21k cap. ഇത്രയും പരിപാടിയുള്ളൂ. ഇങ്ങനെ എന്ത് ചെയ്യാം, നിങ്ങൾ ഡിറ്റർമിനന്റ് മെത്തേഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ ടോർക്ക് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. റെഡി അല്ലേ, സെറ്റ് അല്ലേ? അപ്പൊ ഇത്രയുമാണ് നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാനുള്ള 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉള്ളത്. സോ നിങ്ങൾക്ക് ഇനിയും ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പാർട്ട് 2 വേണ്ടി നിങ്ങൾ കമന്റ് ചെയ്യുക. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുക. ഓക്കെ, സോ ഇത്രയുമാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇനിയും കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.